ഹലോ ഗൈസേ, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു കണ്ടൻറ്റാണ് സഫ ഇഷ്യൂ. സഫ, മെഹനാസ്, ലലൂബി, ഫസ്മിന, അതിൻ്റെ കൂടെ കയറി വരുന്ന റിഫ എന്ന പേര്. അപ്പോൾ അത് റിഫ ഒഴികെയുള്ള ബാക്കി ആളുകളുടെ കാര്യം നോക്കുമ്പോൾ ഇവർക്കൊക്കെ രണ്ട് കെട്ടിയ മനുഷ്യരാണ്. അത് മോശമാണെന്നല്ല പറഞ്ഞു വരുന്നത്. ഇവർ എല്ലാവരും കൂടി ഉണ്ടാക്കുന്ന ഒരു ലൂപ്പുണ്ട്. ആ ലൂപ്പ് എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ അത് വേറെ ഏതോ യൂണിവേഴ്സാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ കുറച്ചും ഖാദർ കരിപ്പട്ടിയിലെ ഒരു വീഡിയോ നോക്കിയ സമയത്ത് 4.5 ലക്ഷം പേരാണ് 20 മണിക്കൂർ കൊണ്ട് ഒരു വീഡിയോ കണ്ടിട്ടുള്ളത്, സഫയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ഇവിടെ മെഹനാസ് എന്ന് പറയുന്ന ഇത് ഞാൻ ആലോചിച്ചതാണ്, ഈ സാധാരണക്കാർക്ക് ഈ ഒരു ഇതൊക്കെ കാണാനുള്ള ഇത്രത്തോളം താല്പര്യം ഉണ്ടാവുള്ള കാരണം എന്താണ്? ഇവരുടെ ജീവിതത്തെ എങ്ങനെയെങ്കിലും ഇത് ബാധിക്കുന്നതാണ്, എന്താണ് ഇതിൻ്റെ വിഷയം? ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എക്സ്ട്രാ മെറിറ്റലിൻ്റെ ഒരു എലമെൻറ്റ് കിടക്കുന്നുണ്ടോ, കുൽസിതത്തിൻ്റെ ഒരു എലമെൻറ്റ് കിടക്കുന്നുണ്ടോ എന്നറിയാനുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു വയൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്രാന്തം ഉണ്ടല്ലോ. ഈ ഒരു സാധനമാണ് ഇതിൽ കിടന്ന് കളിക്കുന്നത് തോന്നുന്നു കേസ്. എനിക്ക് തോന്നുന്നത് ഇത് മെഹനാസ് ആയിക്കോട്ടെ, സഫ ആയിക്കോട്ടെ, ലലൂബി ആയിക്കോട്ടെ, ഫസ്മിന ആയിക്കോട്ടെ, ഇവർക്കൊക്കെ നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന, ഇപ്പോൾ ഉള്ള റീച്ച് ഡബിളോ ട്രിപ്പിളോ ഫോർബിളോ ഒക്കെ ആവാവുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ലൂപ്പ്. ഈ ഒരു ലൂപ്പിൽ നിന്ന് ഇപ്പോൾ സഫ പുറത്ത് കിടന്നുണ്ടെങ്കിൽ സഫയ്ക്ക് അടിപൊളിയായിരിക്കും തോന്നുന്നു ലൈഫിൽ. അതിലൊരു വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫ ഉണ്ടല്ലോ, വ്ളോഗർ റിഫ 3-4 വർഷങ്ങൾക്ക് മുമ്പ് റിഫ ദുരൂഹ സാഹചര്യത്തിൽ വ്ളോഗർ റിഫ മരിച്ചു. ഫ്ലാറ്റിലല്ലേ. അപ്പോൾ ഇത് ഓളുടെ കെട്ടിയോൻ ആയിട്ടുണ്ടായിരുന്നത് അന്ന് മെഹനാസാണ്. അന്ന് എന്നല്ല, മെഹനാസിൻ്റെ ഭാര്യയായിരുന്നു റിഫ. അപ്പോൾ മെഹനാസ് ഒരുപാട് ഉപദ്രവിച്ചിരുന്നു റിഫാനെ എന്നുള്ള രീതി, കട്ടിൽ തല ഇടിച്ചു, അങ്ങനെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളൊരു വോയിസ് ക്ലിപ്പൊക്കെ പുറത്തേക്കിനെ വന്ന് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റിഫ മരിച്ചപ്പോൾ അത് ആളുകൾക്ക് വലിയ ഷോക്കായിരുന്നു. അപ്പോൾ മെഹനാസ് വലിയ ദുഷ്ടനായ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഖാദർ കരിപ്പടി കൊന്നതാണ് റിഫേനെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പോലീസ് കേസായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിലാണ് മെഹനാസ് സഫയുമായിട്ട് കമ്പനിയാണ്. അപ്പോൾ സഫയ്ക്ക് വേറെ കെട്ടിക്കൊണ്ടായിരുന്നു. അപ്പോൾ ഡിവോഴ്സ്ഡ് അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡ്. അപ്പോൾ എക്സ് ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു മെഹനാസിൻ്റെ അടുത്തേക്ക് പോകണ്ട, മെഹനാസിൻ്റെ ഒരു ഹിസ്റ്ററി ശരിയല്ല, ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓൾ എന്ത് ചെയ്ത് ആ സമയത്ത് കെയർ കിട്ടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇപ്പം ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ചേട്ടായി ആയിരുന്നല്ലോ അവർ മെഹനാസായിട്ട് അങ്ങനെ കമ്പനി ആവുന്നത്. അപ്പോൾ മെഹനാസ് റിഫാനെ പോലുള്ള ഒരുത്തിയാണ് സഫ. ഡ്രസ്സിങ് ആയിക്കോട്ടെ, സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓളായിട്ട് കമ്പനി ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ ഓള് ഞാൻ ആലോചിച്ചു ഇവളെന്ത് പൊട്ടിയണം, റിഫാനെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ. അപ്പോൾ ഇവളുടെ ഐഡൻറ്റിറ്റി അല്ലേ മെഹനാസ് ശ്രദ്ധിക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗതി. എന്തായാലും അവർ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വരുന്നത് മറ്റേ ഫസ്മിനല്ലേ, തൊപ്പിയുടെ ഗേൾഫ്രണ്ട്, എക്സ് ഗേൾഫ്രണ്ട് എന്ന് പറയുന്നത്. തൊപ്പിനെ തേച്ച് പോയി എന്ന് പറയില്ലേ ഫസ്മിന. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത് കേട്ടോ, നമുക്കൊന്നും അറിയില്ല ഈ കാര്യങ്ങൾ. ഇതിലെ പല ആളുകളുടെ പേര് ഞാൻ ഇതിനിടക്കാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയ സഗീർ അല്ലേ, ഫസ്മിനയുടെ കെട്ടിയവരായ ലലൂബി, എന്താ പേരില്ലേ, ലലൂബി ആയിട്ട് സഫ ഭയങ്കര കമ്പനിയാണ്. അത് കമ്പനി പറയാൻ നെഗറ്റീവായിട്ട് പറയുന്നത് കേട്ടോ, ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അത് ഫ്രണ്ട്ഷിപ്പിന് അപ്പുറത്തേക്ക് എന്തോ ഒരു സംഗതി ഉണ്ട് എന്നൊക്കെ പലരും വീഡിയോസ് ചെയ്യുന്നത്. അതെന്തായിക്കോട്ടെ, അതൊക്കെ പേഴ്സണലായ കാര്യമാണ്, അതൊന്നും നമ്മുടെ വിഷയം. ഞാനിവിടെ പറഞ്ഞു വരുന്ന ആളുകൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ കുൽസിതങ്ങൾ കേൾക്കാനും കാണാനും ഒരുപാട് ആഗ്രഹിക്കുന്ന ചകഞ്ഞ് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരാണ് ഇത് കാണുന്നു തോന്നുന്നത്. പിന്നെ ന്യൂജൻ പിള്ളേരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഭയങ്കര താല്പര്യം. എന്താ സംഭവിച്ചു, അതായത് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, കാച്ചിന് വലിയ ബുദ്ധിമുട്ടില്ല. ഇവർ സോഷ്യൽ മീഡിയയിൽ വൺ ഫാൻ ബേസുള്ള ആളുകൾ, ലൈം ലൈനിൽ നിൽക്കുന്ന ആളുകൾ, ഒരുപാട് പ്രൊമോഷൻസൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈഫ് ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇൻസ്റ്റഗ്രാമിൽ മില്യൺ കണക്കിന് ആളുകൾ, വ്യൂവേഴ്സ് ഒക്കെ ഉള്ളത്, കാണാനും നല്ല ചന്തം. ഈ ഒരു സാധനം ഉണ്ടല്ലോ, തൊലിവെളുപ്പുള്ള ടീംസ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള സെലിബ്രിറ്റികളാണ് ഇവർ എന്നുള്ള ആളുകളുടെ ഇടയിൽ. അപ്പോൾ ഇവരിങ്ങനെ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടും അല്ലാണ്ട് സാധാരണക്കാരെ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നല്ല ഇവർക്കുള്ളത്. ഇത് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്മിന, ലലൂബി അവർ തമ്മിൽ തന്നെ ക്ലാഷായി കിടക്കുന്ന ഒരവസ്ഥയിലാണ് അവിടെ. അല്ല, ഫസ്മിന അതേപോലെ തന്നെ തൊപ്പി, ആ ഒരു ക്ലാഷ് ഉണ്ടല്ലോ. ഫസ്മിന ലലൂബി ഒരു ക്ലാഷ് ഉണ്ടല്ലോ. മെഹനാസ് റിഫ അങ്ങനെ ഒരു സീൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ മെഹനാസ് സഫ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടല്ലോ. അപ്പോൾ മെഹനാസ് സഫ
ഇത് പറയുമ്പോൾ പേരുകൾ മാറിപ്പോകുമെന്നൊക്കെ ഒരു പേടിയുണ്ട്. സഫ ചാടിപ്പോയി ലല്ലൂബിയുടെ കൂടെ പറഞ്ഞിട്ട് ഫെബ്രുവരി 14 ചാടിപ്പോയി, എനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ് അവൻ്റെ കൂടെ ചാടിപ്പോയിട്ട് എന്ന് പറഞ്ഞിട്ട് അവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാധനം ഇപ്പോൾ പൊങ്ങി വരണത്. പിന്നീട് സഫ വീഡിയോ ചെയ്ത് ഞാൻ എൻ്റെ ഫ്ലാറ്റിലുണ്ട്, ഞാൻ എങ്ങോട്ട് പോയിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി. അപ്പോൾ ഇതിനിടയിൽ ഒരു ഉബർ മാൻ ഒരു ചെങ്ങായി വരുന്നുണ്ടല്ലോ, ഇതാണ് ഞാൻ ആലോചിച്ചൊരു സംഭവം. ഒരു ഹംസം മനുഷ്യൻ, മലപ്പുറംകാരൻ ചെങ്ങായി, ആൾ ഉബർ ഓടിച്ച് ഈ ചെങ്ങായി ഉബർ പോലെ എന്നാണ് പറയുന്നത് കേട്ടോ. ഉബർ ഡ്രൈവറാണ് ചിലർ പറഞ്ഞു, ചിലവരല്ല എന്ന് പറയുന്നു. സഫേനെയും അതേപോലെ ലലൂബിനെയും പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി. ഇതിനിടയിൽ വേറൊരു സംഭവം ഉണ്ട്, അവൻ എന്ത് സഹിക്കുമെന്ന് ഞാൻ ആലോചിക്കണം. അതായത് മെഹനാസ് ഉണ്ടല്ലോ, സഫയും ലലൂബിയും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി 5ലും 6ലും പഠിക്കുന്ന 2 കുട്ടികളെ ചാരപ്പണിക്ക് ഏൽപ്പിച്ചിരുന്നു. അതായത് അവർ ആ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക, ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇത് സഫ അത് കണ്ടിട്ട് അറിഞ്ഞിട്ട് സഫ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സഫാൻ്റെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ ക്ലിക്കാവും. അപ്പോൾ എന്തായാലും ആളുകൾ ഇത് കാണും. ആ കാദർ കരിപ്പൊടി വീഡിയോസ് ചെയ്യുന്നതിൻ്റെ പ്രധാന എയിമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റിഫ എങ്ങനെയാണ് മരിച്ചത്, അത് കൊലപാതകമാണെന്നാണ് കാദർ കരിപ്പൊടിയുടെ ഒരു ഭാഷ്യം. അപ്പോൾ ഇവിടെ ഈ 2 പിള്ളേരെ സ്പൈ ആയിട്ട് ആ ചെങ്ങായി വെക്കണ സമയത്ത് ആലോചിച്ച് അയാൾ എത്രത്തോളം ഒരു പ്രാന്തരാണ്. പിന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണ് മെഹ്രാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാദർ കരിപ്പൊടി പല ആളുകളും സംസാരിക്കുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മെഹനാസായിട്ടുള്ള സഫയായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ടാവും കഞ്ചാവ് ഉപയോഗിക്കും, MDMA ഉപയോഗിക്കും എന്നൊക്കെ. അപ്പോൾ കൂൾ ഉപയോഗിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്തോ പൊടി പോലുള്ള ഒരു സാധനം, എന്തോ ഇല പോലുള്ള ഒരു എന്തോ ഇങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്, ഒക്കെ ഒന്ന് ഹാൻഡ്സാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരുത്തരാണ് മെഹനാസ് എന്നാണ് പലരും പറയുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ എന്തായാലും മെഹനാസിൻ്റെ ആദ്യ ഭാര്യയായ റിഫയുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം അത് കൊലപാതകമാണെന്ന് പറയുന്നു. അങ്ങനെ അവൻ സങ്കടപ്പെട്ട് നിൽക്കണമാതിരി കെയറിങ് ചേട്ടായി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വൈബിലേക്കാണ് ആര് കയറി തരണത്. ഡിവോഴ്സ്ഡ് ആയ അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് സെപ്പറേറ്റഡ് അകന്ന് ജീവിക്കുന്ന കെയറിങ് ആഗ്രഹിക്കുന്ന സഫയുമായിട്ട് കമ്പനി ആവുന്നത്. ഇപ്പുറത്ത് ഫസ്മിന ലലൂബി ആ ഒരു റിലേഷൻഷിപ്പ് അതിൽ സ്പ്ലിറ്റ് ആവുന്നു. അപ്പോൾ ലലൂബി ആയിട്ട് കമ്പനി ആവുന്ന ആ ഒരു സഫ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മൊത്തം ഒരു ലൂപ്പാണ്. ഇതൊരു 8-9 പേരുള്ള ഒരു ലൂപ്പാണ് കേസ് ഇത്. ഇന്ന് റിഫ ജീവനോടല്ല, ബാക്കി എല്ലാ ആളുകൾക്കും നല്ല രീതിയിൽ റീച്ച് കിട്ടാവുന്ന ഒരു സംഗതിയാണ്. അത് അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഹനാസിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ തന്നെ. അയ്യോ എന്നെ വിട്ടുപോകില്ലേ കലിപ്പൻ്റെ കാന്താരി എന്നുള്ള രീതിയിലാണ് സഫാൻ്റെ പിന്നെ നടക്കുന്നത്. പക്ഷേ എന്തെന്ന് വെച്ചാൽ സഫയ്ക്ക് കുറേ ഇൻ്റർവ്യൂസ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവൻ അയക്കണ മെസ്സേജുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനൊരു സംഭവം എന്തായാലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു കണ്ടൻറ്റ്, അല്ലാത്തവർക്ക് ഇത് എന്താ സംഭവിച്ച ഒരു ജീവിതത്തിൽ നിന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി സംഭവം. അപ്പോൾ ബിഗ് ബോസിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരു കണ്ടൻറ്റാണ് മെഹനാസ്, സഫ, ഫസ്മിന, ലലൂബി, ഈ ഒരു ലൂപ്പ് തോന്നുന്ന കേസ്. അപ്പോൾ ഇതിൽ ആ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോസിലേക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് തോന്നിയുള്ള സംഭവം എന്ന് വെച്ചാൽ ഇത് ഏത് യൂണിവേഴ്സ് എന്ന് വെച്ചിട്ടാണ് കുറേ ആളുകൾ പറയുന്നത്. പക്ഷെ അത്ര വ്യൂസ് ഉണ്ട് അതാണ്. സീക്രട്ട് ഏജൻറ്റ് വീഡിയോ അല്ല, കാദർ കരിപ്പൊടിയുടെ വീഡിയോസ്, കാദർ കരിപ്പൊടിയായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. കാദർ കരിപ്പൊടി ഇപ്പോഴും അതേപോലെ തന്നെ കാദർ കരിപ്പൊടി ഇപ്പോഴും റിഫാൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് അവരെ കാണുന്നുണ്ട്, റിഫാൻ്റെ കൊച്ചിനെ കാണുന്നുണ്ട് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ കാദർ കരിപ്പൊടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയുന്നുണ്ട് സംഭവം. ഇതിൽ പലരും പറയുന്നു, അതിലൊരു കമൻറ്റ്, പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കമൻറ്റ് വന്നത്, ഇവരൊക്കെ 2 കെട്ടിയവരാണ്, അവർ വേറെ യൂണിവേഴ്സാണ്, എന്നിട്ട് പരസ്പരം എന്തോ ഡിങ്കോളിഫിക്കേഷനാണ് എന്നൊക്കെ നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ വരുന്ന കമൻറ്റുകളുടെ കാര്യം പറയും. മലയാളികൾ ഇതെന്താണ് ഈ സോ കോൾഡ് ഇവർ തമ്മിലുള്ളൊരു കണക്ഷൻ, ഈ ലൂപ്പ് എന്താണെന്ന് അറിയുക എന്നതിനപ്പുറത്തേക്ക് മറ്റാളുമായിട്ട് എന്തെങ്കിലും ഡിങ്കോളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചകഞ്ഞ് പോകാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ആളുകൾ ഈ വീഡിയോസ് കാണുന്നതെന്ന് തോന്നുന്നു കേസ്. എന്തായാലും ഈ ബിഗ് ബോസിൽ കയറാനുള്ള ശ്രമമാണോ ഇത് എന്നും കൂടി സംശയിക്കാൻ വഴിയിട്ട് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ബിഗ് ബോസിൻ്റെ ഇനി ടൈം അല്ലേ, ഫെബ്രുവരി ഇപ്പോൾ കഴിയാറായി. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും മേ ബി സഫയും ഇവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം, മെഹനാസൊക്കെ. എന്തായാലും ബിഗ് ബോസിൽ വരാണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ. എന്തായാലും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളാണ് ഈ ലൂപ്പിലുള്ള ആളുകളൊക്കെ തന്നെ. അപ്പോൾ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ, എന്തൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. എപ്സ്റ്റീൻ ഫയൽസിനേക്കാൾ കൂടുതൽ ആളുകൾ കാണാനും കേൾക്കാനും അറിയാനും ആഗ്രഹമുള്ളത്
സഫയുടെയും മെഹനാസിൻ്റെയും ലല്ലൂബിയുടെയും ഫസ്മിനയുടെയും ഈ ഒരു ലൂപ്പിലെ കഥകളാണ് തോന്നുന്നത് കേസ്. എന്തായാലും ആദ്യമായിട്ടാണ് ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും.